നിങ്ങൾ ആരാണെന്ന് ഞാൻ പറയാം. എനിക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ കാണിച്ചു തന്നാൽ മതി. എന്ന് വെച്ചാൽ നമുക്ക് ചുറ്റുമുള്ള ആളുകളാണ്, അവരുടെ ഒരു ആവറേജ് ആണ് നമ്മളായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കോട്ടിന് എന്താണ് നമ്മുടെ ഈ ഒരു മിഡ് ലൈഫിൽ പ്രാധാന്യം? മിഡ് ലൈഫിൽ നമ്മൾ ഒരുപാട് ക്രൈസിസിലൂടെ, ഒരുപാട് കൺഫ്യൂഷനിലൂടെയൊക്കെ പോകുന്നുണ്ട്. ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകും, അതുപോലെ നമുക്ക് ഒരുപാട് മാറ്റങ്ങളിലൂടെ ഒരു ട്രാൻസിഷൻ ഫേസ് ആണ്. അപ്പം ഓൾറെഡി നമ്മൾ ഈ ഒരു കയോസിലൂടെയൊക്കെ പോകുന്ന സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വേണ്ട ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്, അറ്റ്ലീസ്റ്റ് ഒരു ഫ്രണ്ടെങ്കിലും നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. സ്ത്രീകളുടെ കേസിൽ പലപ്പോഴും ഈ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്ന കുറേ ഫ്രണ്ട്സൊക്കെ മാറിയിട്ടുണ്ടാകും. ആത്മാർത്ഥമായിട്ടൊരു ഫ്രണ്ട് എന്ന് പറയാനൊന്നും ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ പീരീഡിൽ നമുക്ക് നല്ലൊരു മാറ്റം വേണം എന്നാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇനി ഉള്ള ലൈഫിൽ എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നതിനനുസരിച്ചിട്ടുള്ള ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ആ ഫ്രണ്ട്സുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ഇൻറ്റൻഷൻ നമ്മൾ വെക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ കോൺഷ്യസ്ലി നമ്മൾ അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പോൾ വിഷൻ ബോർഡൊക്കെ നിങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിലൊരു പാർട്ടിൽ എൻ്റെ അടുത്ത ലെവലിലേക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടാകണം എന്നുള്ളത് നമ്മൾ വിഷൻ ബോർഡിൽ ഇടുക. അതെന്തായിരിക്കണം എന്നുള്ളത് കൂടെ നമ്മൾ ഡിഫൈൻ ചെയ്യണം. കാര്യം ഇപ്പം നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ട്രാവലിങ്ങിൻ്റെ ഗ്രൂപ്പായിരിക്കും നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഹൈ ആവണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫ്രണ്ട്സ്, അതുപോലെ ഗ്രോത്ത് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഗ്രോത്ത് അതിനനുസരിച്ചുള്ള ഫ്രണ്ട്സ് ആണ്. അപ്പം നിങ്ങൾക്ക് വേണ്ട ഫ്രണ്ട്സിൻ്റെ ക്വാളിറ്റി ഒരു സോൾമേറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ ഡിഫൈൻ ചെയ്തിട്ട് ആ ടൈപ്പ് ഓഫ് ഫ്രണ്ട്സിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫിൽ ഹാപ്പി ആയിട്ട് ഒരു ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക.